ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അന്നേരം നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മൾ ജഡായു എർത്ത് സെൻറ്ററിലാണ്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ജഡായുപ്പാറ കാണണമെന്നുള്ളത്. പക്ഷേ ഇതുവരെയായിട്ട് നടന്നില്ല. ഇന്നാണ് അത് സാധിച്ചത്. സമയം കാര്യങ്ങളൊന്നും ഒത്തു വന്നില്ല. അപ്പോൾ ഇന്ന് എല്ലാം കൊണ്ട് നമുക്ക് ആ ഒരു സന്ദർഭം ഒത്തു കിട്ടി. അന്നേരം നമ്മൾ തീരുമാനിച്ച നേരെ ജഡായുപ്പാറയിലോട്ട് പോകാമെന്നുള്ളത്. അന്നേരം എന്തായാലും നമുക്ക് അകത്തോട്ട് പോകാത്ത കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ തന്നെ നമ്മളിവിടെ ഏത് വണ്ടിക്ക് വന്നാലും പാർക്കിംഗ് ഫീസ് ഉണ്ട്. അത് അടച്ചതിന് ശേഷം നമ്മൾ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. ഇന്ന് പൊതുവേ നല്ല തിരക്കാണെന്ന് തോന്നുന്നു. പാർക്കിംഗ് ഗ്രൗണ്ട് എല്ലാം ഫുള്ളായിട്ട് കിടപ്പുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ടിക്കറ്റാണ്. അപ്പം ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അന്നേരം രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നടന്നു പോകാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ ഒന്ന് റോപ്പ് കാറിന് പോകാനുള്ളത്. ഇപ്പോൾ റോപ്പ് കാറിന് പോകുകയാണെങ്കിൽ ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 360 രൂപയാണ്. അതുപോലെ നടന്നു പോകുകയാണെങ്കിൽ 250 രൂപ ഒരാൾക്ക് ടിക്കറ്റ്. അന്നേരം ഞങ്ങൾ ചൂസ് ചെയ്തത് നടന്നു പോകാനെ കൊണ്ടാണ്. അന്നേരം കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ഒരുപാട് വീഡിയോസൊക്കെ എടുക്കണം. അങ്ങനെ എന്തായാലും ഞങ്ങൾ നടന്നു പോകാനെ കൊണ്ട് തീരുമാനിച്ചു. ഇവിടുന്ന് കുറച്ച് മേളിലോട്ട് ചെന്നിട്ടാണ് രണ്ടായിട്ട് ഡിവൈഡ് ആവുന്നത്. ഒന്ന് നമുക്ക് റോപ്പ് കാർ വഴി പോകുന്നതും മറ്റേത് നമുക്ക് നടന്നു പോകാനുള്ളതും. അന്നേരം നമ്മൾ പോകുന്ന വഴിക്ക് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിലുള്ള ചെക്കിങ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പോകുന്ന വഴിയൊക്കെയാണ് നല്ല നീറ്റാണ് കേട്ടോ. നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അന്നേരം തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ അങ്ങേ അറ്റത്തോടാണ് നമുക്ക് റോപ്പ് കാർ വഴി പോകേണ്ട വേ. അതുപോലെ തന്നെ നമുക്ക് പോകേണ്ട വേ എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നാണ് പോകുന്നത്. അന്നേരം നമ്മൾ ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. അന്നേരം എന്തായാലും നമുക്ക് പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പതുക്കെ നടന്ന് കയറിപ്പാം. ബാക്കിയുള്ളവരൊക്കെ റോപ്പ് വേക്കകത്താണ് വരുന്നത്. കാരണം എനിക്കൊന്ന് നടക്കാനിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ബാക്കി ആൾക്കാരെല്ലാം മറ്റേ റോപ്പ് കാർ വഴി പോയിട്ടുണ്ട്. അന്നേരം ഞങ്ങൾ എന്തായാലും നടന്ന് കയറിയപ്പോൾ തന്നെ സ്റ്റെപ്പാണ് കേട്ടോ. ഒരുപാട് സ്റ്റെപ്പുണ്ട്. അവിടെ താഴെ പറയുന്ന 1000 അടുപ്പിച്ച് സ്റ്റെപ്പുണ്ടെന്ന് പറഞ്ഞത്. കാരണം അങ്ങ് വരെയും. കാരണം അത്യാവശ്യം ഒരു 1.5 മണിക്കൂർ നടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് റെസ്റ്റൊക്കെ എടുത്ത് പോകാൻ പറ്റത്തില്ല. കാരണം കുത്ത് കയറ്റമാണ്. കയറുമ്പോൾ തന്നെ ഫുള്ള് പടിയാണ്, ഫുള്ള് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ്. നടന്നു പോകാനുള്ള ഉത്സാഹത്തോടൊക്കെ വന്നത്. പക്ഷേ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. കാരണം ഇത്രയും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ ഉണ്ടെന്ന് പ്രതീക്ഷയില്ല. അതുപോലെ തന്നെ കുത്ത് കയറ്റവും അതിലുപരി തന്നെ കുത്ത് ഇറക്കവും ഉണ്ട് കേട്ടോ. രണ്ടും നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റോപ്പ് കാർ വഴി പോകുന്നതാണ്. പിന്നെ ഞാൻ ഈ കാഴ്ചകളൊക്കെ കാണണം, പിന്നെ എന്താ പറയുക, ഒരു വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ വരത്തില്ലായിരുന്നു. പിന്നെ നമുക്ക് നടന്നു പോകുന്നതിൽ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള എന്താ പറയുക സൗകര്യങ്ങളും കാര്യങ്ങളും റെഡിയാക്കി പിന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക വലിയ വെയിലോ കാര്യങ്ങളോ നമുക്ക് അടിക്കത്തില്ല. കാരണം മരങ്ങളെല്ലാം ഇങ്ങനെ രണ്ട് സൈഡിലുണ്ട്. അതുപോലെ തന്നെ വള്ളിപ്പടപ്പുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ റോഡ് നമ്മൾ പോകുന്ന വഴിയിലോട്ട് ഇങ്ങനെ പടന്ന് കിടപ്പുണ്ട്. ഒരു പ്രത്യേക ഭംഗിയാണ് നടന്നു പോകാനൊക്കെ ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ചെറിയൊരു ഗുഹയൊക്കെ ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്ക്. ഒരു എന്താ പറയുക ഒരു പ്രത്യേക. അതുപോലെ തന്നെ നടന്നു പോകാനെ കൊണ്ട് അധികം ആൾക്കാരില്ല. വരുന്ന വഴിക്ക് ഇപ്പോൾ ഞങ്ങളെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. വേറെ ആരെയും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇറങ്ങി വരാനെ കൊണ്ട് 1-2 ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു ഈ സ്റ്റെപ്പ് കാരണമായിരിക്കും. കാരണം കണ്ടമാനം സ്റ്റെപ്പാണ്. കാരണം നമുക്ക് തന്നെ ആയിട്ട് പോലും ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ആ ഒരു എന്താ പറയുക ഇരുന്ന് റെസ്റ്റ് എടുത്ത് കയറി പോകാൻ പറ്റത്തില്ല. ഒറ്റയടിക്കുന്ന പോകാൻ പറ്റത്തില്ല. പിന്നെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കണ്ടു അത്രേ ഉള്ളൂ. കാരണം നല്ല നല്ല പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക രണ്ട് സൈഡും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനൊക്കെ ഉണ്ട്. ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പാറയിലുള്ള പരിപാടിയാണ്. കാരണം നമ്മൾ കയറുന്ന സ്റ്റെപ്പ് പോലും എല്ലാം പാറയല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ കയറി ചെല്ലുമ്പോഴാണെങ്കിൽ പോലും ഈ പാറ കയറിയിട്ടാണ് അതിൻ്റെ കവോടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ തന്നെ ഇരിക്കാനുള്ളതും അതെല്ലാം പാറ കയറിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ക്ഷീണിച്ച് ചെല്ലുവാണെങ്കിൽ പോലും നമുക്ക് റെസ്റ്റ് എടുത്ത് വെള്ളം കുടിക്കാനുള്ള അത് ഇത്ര ഗ്യാപ്പ് വെച്ചിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കെല്ലാം നടന്നു പോകുന്നതൊക്കെ അതിൽ പ്രത്യേക ഉപകാരമൊക്കെയാണ്. ആവശ്യത്തിന് നമ്മൾ റെസ്റ്റ് എടുത്ത് വെള്ളം കുടിച്ച് നമുക്ക് കയറിപ്പാം. അതുകൊണ്ട് നമ്മൾ ഏകദേശം നമ്മൾ പാറയുടെ മുകളിൽ എത്താറായിട്ടുണ്ട്. അതുവരെ വരുന്ന വഴിക്ക് വേറെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൂടെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം അതുപോലെ തന്നെ അതുണ്ട് നമ്മുടെ മേളിൽ കൂടെ അതിൻ്റെ റോപ്പ് കാറൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴാണ് 3-4 പേര് നമ്മളെ ഓവർടേക്ക് ചെയ്തിട്ട് കയറി പോയിട്ടുള്ളത്. പറഞ്ഞാൽ ക്ഷീണിച്ചൊരു പരുവായി കേട്ടോ. കാരണം ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്രയും ദൂരം ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്പൊക്കെ ഉണ്ടെന്നുള്ള ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോപ്പ് കാർ വഴിയേ പോകത്തുള്ളായിരുന്നു. എന്തായാലും തിരിച്ച് വരുമ്പോൾ നമ്മൾ റോപ്പ് കാർ വഴിയേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ വലിയ പാടായിരിക്കും. ഇപ്പോൾ കാലയിലൊക്കെ നല്ലപോലെ മസിലും കാര്യങ്ങളൊക്കെ കയറി പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ടോപ്പ് വരുമ്പോൾ കാണാം ഒരു ഹിൽ ടോപ്പ് മാതിരി ഒരു സംഭവമാണ്. നല്ല നിരപ്പൊക്കെയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റോപ്പ് കാർ പോകുന്നതും വരുന്നതൊക്കെ കാണാൻ പറ്റും. ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന സ്റ്റെപ്പ് കൂടെ കയറിയാൽ മാത്രമേ നമ്മൾ ഇനി ആ പാറയുടെ മുകളിൽ ചെല്ലത്തുള്ളൂ. അതൊരു 1.5 ടാസ്ക്കാണ്. അതുപോലെ തന്നെ നടന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ റോപ്പ് കാർ വഴി തന്നെ വരുവാണെങ്കിൽ നമ്മൾ നേരെ ചെല്ലുന്നത് പാറയുടെ മണ്ടയ്ക്കോട്ടാണ്. പിന്നെ അവിടുന്ന് പിന്നെ എന്തായാലും നമ്മൾ മെനക്കെട്ട് താഴോട്ട് ഇറങ്ങത്തില്ല. അതുകൊണ്ട് നടന്നു വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാം. പക്ഷേ എന്നാലും ദൂരം അതുപോലെ തന്നെ യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വേണ്ട നമ്മൾ എന്തായാലും ഏകദേശം നമ്മൾ പാറ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ ജഡായു പാറ എന്ന് പറയുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ തന്നെ വേണ്ട നല്ല നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കിനി ജഡായു പാറയ്ക്ക് ഉള്ളിലോട്ട് കയറാം. ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമുക്ക്. അങ്ങനെ തന്നെ നമ്മൾ ജഡായുപ്പാറയ്ക്കുള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ടത് ഒരു സാമ്പിൾ. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന വെട്ടിക്കെട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തേക്കാണ് ഇതുവഴി പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം മുതൽ റൂട്ടൊക്കെ അതുവഴി പോകുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. ജഡായുപ്പാറ ഇങ്ങനെ ഉള്ളത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് വരുന്നതല്ല, ഇത് നേരിട്ട് കാണുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കിളി പാറിപ്പോയി കേട്ടോ. എന്തുവാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയും ഈ പാറയുടെ മുകളിൽ ഇങ്ങനെ ഒരു ശില്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ. എന്ത് ഭംഗിയാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളാ ചിന്തിക്കുന്നതല്ല, അതിൻ്റെ അപ്പുറമാണ് നമ്മളിവിടെ കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ തന്നെ ഇവിടെ കയറുമ്പോഴത്തേന് പാറയുടെ കയറുമ്പോഴത്തേന് എന്തോ ഒരു മ്യൂസിക്കാണെന്നറിയാം. അത് പാറയുടെ ഏത് കോണി പോയാലും നമുക്കത് കേൾക്കാൻ പറ്റും എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക്.
അതുപോലെ തന്നെ നമ്മളിപ്പം കണ്ടാണ് ചായക്കട. അന്നേരം നമുക്ക് വേണ്ട ഓരോ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് മുന്നോട്ട് യാത്ര ആരംഭിക്കാം. അങ്ങനെ വേണ്ട ഓരോ കാലിച്ചായൊക്കെ കുടിച്ചതിന് ശേഷം തന്നെ ഞങ്ങൾ തന്നെ മുന്നോട്ട് യാത്ര ആരംഭിച്ചു. കാരണം ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. നമുക്കിനി ശില്പത്തിൻ്റെ ചുറ്റും കറങ്ങി അടിച്ച് വരണം. അതുപോലെ തന്നെ നമ്മൾ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞ പാറയുണ്ട്. അതെല്ലാം നമുക്ക് കാണാം. ആദ്യം നമുക്ക് ജടായുപ്പാറ കാണാം. അതിനുശേഷം നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അന്നേരം തന്നെ നമ്മൾ തന്നെ മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നത് കാണാം. അവിടെ എനിക്ക് സെൽഫി പോയിൻ്റ് ആണ് തോന്നുന്നത്. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഗ്ലാസും കാര്യങ്ങളെല്ലാം സൈഡിൽ ഇട്ടിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരിന് സെൽഫി എടുക്കാനും അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം താഴോട്ടുള്ള ഏരിയകൾ ഫുള്ള് നമുക്ക് കാണാൻ പറ്റുക ഗ്ലാസിൻ്റെ അവിടെ നിന്ന്. അതുപോലെ തന്നെ ഫുള്ള് കവർ ചെയ്ത് വെച്ചേക്കുന്ന പക്ക സേഫ്റ്റിയും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ താഴോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. അവിടെ അന്നേരം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ കുറേ നേരം കറങ്ങി അടിച്ച ശേഷം ഞങ്ങൾ ഇതിൻ്റെ കുറച്ചുകൂടെ ഉണ്ട് മുന്നോട്ട് വരുവാണ്. മുന്നോട്ട് വരുമ്പോൾ തന്നെ വേണ്ട അവിടെ എല്ലാം ഫുള്ള് നമുക്ക് വരുമ്പോൾ തന്നെ ആ ജടായുവിൻ്റെ ആ ശില്പത്തിൻ്റെ ആ ചിറകൊക്കെ ഇങ്ങനെ പണിഞ്ഞ് വെച്ചിങ്ങനെ കാണുന്നതിന് എന്തോരം ഭംഗിയാണ്. നമ്മൾ ലോങ്ങിലൊക്കെ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ടില്ല, കണ്ണൊക്കെ ആണെങ്കിലും ആ കാലൊക്കെ ഇങ്ങനെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ തന്നെ ഇവിടെ എല്ലാം നമുക്ക് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ആൾക്കാരെല്ലാം സെൽഫി എടുപ്പൊക്കെയാണ്. ഭയങ്കര സെൽഫി എടുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇഷ്ടംപോലെ ആൾക്കാരാണ് കേട്ടോ. ഇനിയും നമുക്ക് അമ്പലത്തിന് അവിടെ പോകാം. അവിടെ നല്ല തിരക്കൊക്കെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ കാണുന്നതാണ് അമ്പലം. നമുക്കിനിയും നമ്മൾ ഇതുവഴിയാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. അന്നേരം പോകുന്ന വഴിക്ക് മനോഹരമായിട്ടുള്ളൊരു കടയുണ്ട് കേട്ടോ. അതുകൊണ്ട് കൃഷ്ണൻ്റെ ശില്പം അതുപോലെ തന്നെ കുറേ മനോഹരമായിട്ടുള്ള ശില്പങ്ങളൊക്കെ ഉണ്ട്. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ കൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തെത്തി. ഇതാണ് ശ്രീരാമൻ്റെ അമ്പലം. ജടായുപ്പാറയിലെ അമ്പലം എന്ന് പറയുന്നത് ഇതാണ്. അവിടെ നല്ല തിരക്കൊക്കെയാണ്. അവിടെ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. കാരണം നമ്മൾ അവിടെ താഴോട്ടൊക്കെ നോക്കുവാണെങ്കിൽ പോലും എന്ത് രസമാണെന്ന് നോക്കി, എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള ഒരു പ്രത്യേക ഒരു സുഖമാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഈ അമ്പലം പണിഞ്ഞു വെച്ചിരിക്കുന്നത്. എൻ്റെ മാതൃകയെ കാണുമ്പോൾ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊരു ക്ഷേത്രം പോലെ ഉണ്ട്, ശ്രീരാമൻ്റെ ക്ഷേത്രം. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് കുരങ്ങന്മാർക്ക് എന്താ പറയുക ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു പ്രത്യേക സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളവിടെ കുരങ്ങനുമായിട്ട് ഒരു ചെറിയൊരു കുരങ്ങൻ ഇച്ചിരി പ്രശ്നക്കാരനായിരുന്നു. അവന് എന്താ പറയുക ക്യാമറ കണ്ടുകഴിഞ്ഞപ്പോൾ ഞങ്ങളെ തല്ലാനൊക്കെ വന്നത്. എന്നാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞ പാറയുണ്ട്. അത് നമുക്ക് എന്തായാലും കാണാം. അതാണ് ഇവിടെയാണ് ശ്രീരാമന്, അതായത് ജടായുവിന് മോക്ഷം കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ജടായുപ്പാറയും നമ്മുടെ പുരാണ ഗ്രന്ഥമായ രാമായണം തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് കേട്ടോ. കഥയൊന്നും ഞാനിപ്പം പറയുന്നില്ല. അങ്ങനെ തന്നെ ഇവിടെ വെച്ചാണ് ജടായുവിന് ശ്രീരാമൻ മോക്ഷം കൊടുക്കുന്നത്. അങ്ങനെയാണ് ശ്രീരാമൻ്റെ കാൽപാദമാണിത്. അങ്ങനെയാണ് വിശ്വാസം. അതായത് രാവണൻ സീതാദേവിയെ കട്ടുകൊണ്ട് പോയപ്പോൾ അത് കാണാനിടയായ ജടായു അത് തടയാൻ ശ്രമിക്കുകയും അങ്ങനെ തൻ്റെ ചന്ദ്രഹാസം വാളുകൊണ്ട് രാവണൻ ജടായുവിനെ വെട്ടുകയും ആ വെട്ടുകൊണ്ട് വീണ ജടായു ഇവിടെയാണ് വീണത്. അങ്ങനെയാണ് ഒരു വിശ്വാസം. അങ്ങനെയാണ് അറിവുള്ളവർ പറഞ്ഞു തന്ന കഥകൾ, ഞാൻ കേട്ടിട്ടുള്ള കഥകളും അങ്ങനെയാണ് ഇതുപോലെ ശ്രീരാമനൊക്കെ സീതാദേവി അന്വേഷിച്ച് വന്നപ്പോൾ ഇവിടെ വെച്ച് ജടായുവിനെ കാണാൻ ഇടയാകും. അങ്ങനെ ജടായു ഇതുപോലെ താൻ കണ്ട കാര്യങ്ങൾ ശ്രീരാമനോട് പറയും. അങ്ങനെ ജടായുവിന് അവിടെ വെച്ച് ശാപമോക്ഷം കൊടുക്കുകയാണ് ശ്രീരാമൻ. അങ്ങനെയാണ് കഥയൊക്കെ. നമ്മൾ ഏകദേശം അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് പോകണം. തിരിച്ചപ്പോൾ നടന്നു പോകുന്നില്ല, നമ്മൾ റോപ്പ് കാറിന് വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണുമ്പോൾ ബൈ.